പത്മശ്രീ പുരസ്കാരം നേടിയ കൊല്ലകയിൽ എ ദേവകിയമ്മയെ കായംകുളം NRPM 91 സ്നേഹകൂട്ടായ്മ ആദരിച്ചു. ചടങ്ങിൽ സ്നേഹകൂട്ടായ്മ പ്രസിഡന്റ് ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ പുരസ്കാരം നേടി നാടിന് അഭിമാനമായി മാറിയ കൊല്ലകയിൽ ജി ദേവകിയമ്മയെ കായംകുളം NRPM HS 91 സ്നേഹകൂട്ടായ്മ ആദരിച്ചു. കൊല്ലകൽ വീട്ടിൽ നടന്ന ചടങ്ങിൽ സ്നേഹകൂട്ടായ്മ പ്രസിഡന്റ് ഗിരീഷ് കുമാർ അധ്യക്ഷനായി. സെക്രട്ടറി ജയരാജ് ജയാസ് സ്വാഗതം പറഞ്ഞു. ട്രഷറർ നാസർ പുല്ലുകുളങ്ങര വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് ഷാഫി, ജോയിന്റ് സെക്രട്ടറി സജിതകുമാരി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ അജിത്ത് കണ്ണാടി, സന്തോഷ് കുമാർ, ശ്രീജിത്ത്, സുനിൽ പാർപ്പള്ളിൽ, ജയകുമാർ, ലേഖ അജയൻ, ലേഖാചന്ദ്രൻ, വിക്രമൻ, ശ്രീലത മോഹൻ, സുനി പ്രവീൺ, ബിന്ദു ജയപ്രകാശ്, അജികുമാർ ശ്രീകൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. അത് ഞങ്ങൾ ഒത്തുകൂടി എല്ലാം കണ്ടുകെട്ട് പോവല്ല, സമൂഹത്തിന് നന്മകൾ ചെയ്യുകയാണ്. ചികിത്സാ സഹായങ്ങൾ, പഠനോപകരണ വിതരണം, അങ്ങനെ പഠനത്തിന് മികവുറ്റ മക്കളെ പൈസ കൊടുത്ത് സഹായിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ഒരുപാട് നല്ല കാര്യം. കായംകുളത്ത് ഒരു ഭക്ഷണാലമാരയിലേക്ക് പൊലിച്ചോറ് കൊടുത്ത് ഹോസ്പിറ്റലിൽ വരുന്നവരെയും വയോജനങ്ങളുള്ളവർക്കെല്ലാം ഞങ്ങളുടെ കൊടുക്കുന്നുണ്ട്. മാസത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന കൂട്ടായ്മ അതുകൊണ്ട് 5 വർഷം പിന്നിടുകയാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നല്ല വ്യക്തിത്വങ്ങൾ ഇങ്ങനെയുള്ള ഞങ്ങളുടെ കണ്ടല്ലൂരിൻ്റെ ഇന്ത്യയുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു അഭിമാനം, അത് ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച അമ്മയാണ്. അപ്പം നമ്മുടെ കണ്ടല്ലൂരിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായ അമ്മയെ ആദരിക്കുകയെന്ന് ഞങ്ങൾ ആദ്യം എടുത്ത തീരുമാനം, മെനഞ്ഞാന്നെടുത്ത തീരുമാനം. ഇന്ന് തന്നെ ഞങ്ങളെല്ലാം ഓക്കെ ആക്കി എല്ലാവരും വിളിച്ചുകൂട്ടി ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കണം. പ്രകൃതിയുടെ ജൈവ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ 45 വർഷങ്ങളായി നടത്തുന്ന പരിശ്രമങ്ങളെക്കുറിച്ചും മരങ്ങൾ കൊണ്ട് ജീവജാലങ്ങൾക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങളെക്കുറിച്ചും പത്മശ്രീ ദേവകിയമ്മയും മകൾ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ മുൻ പരിസ്ഥിതി വിഭാഗം അധ്യാപികയുമായ പ്രൊഫസർ ഡി തങ്കമണിയും വിശദമായി പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണമെന്ന് പേരിപ്പോഴാണ് വന്നത്. പക്ഷേ നമ്മുടെ പൂർവികർ ഏത് കാര്യവും ചെയ്തിരുന്നത് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടായിരുന്നു. ഞാൻ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് വേണ്ടത്. പക്ഷേ അപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ പോലും മാറി തുടങ്ങി. അപ്പോൾ ആ കുട്ടികളെ പലപ്പോഴും പഠിപ്പിക്കുമ്പോൾ എന്നോട് പറയും, ടീച്ചർ ഓരോന്ന് എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ ഞങ്ങൾക്കിത് വേഗം മനസ്സിലാവും. പ്രത്യേകിച്ചും ഡെപ്യൂട്ടേഷൻ വരുന്ന കുട്ടികൾ കുറേ വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ജോലിയിൽ നിന്ന് പിന്നെയും വരുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ പറയാം അത് നമ്മൾ കണ്ട കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ള. അപ്പോൾ അതിൽ കുറേ കുട്ടികൾ ഈ പറഞ്ഞ പോലെ അതിൽ പോകുന്ന അമ്മ ചെയ്യുന്നത് ഇവിടുന്ന് തൈകൾ കൊണ്ടുപോയി കോളേജിന് നട്ട് വളർത്തി കുറേ അവാർഡുകൾ കോളേജിന് കിട്ടി. ഞാൻ പഠിച്ചതും ആ കോളേജിൽ തന്നെ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അത് കഴിഞ്ഞ് ഞാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മെമ്പർ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിലോട്ട് പോകാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട്, അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ നാടിൻ്റെ നമ്മുടെ വീടിൻ്റെ ആ ഒരു പാരമ്പര്യം ഇതുകൊണ്ടാണ് കുറേ മനസ്സിലാക്കി. ഇപ്പോൾ ടെക്നിക്കൽ ചില കാര്യങ്ങളിൽ ചിലത് എന്നിട്ട് സംശയം വരുമ്പോൾ അമ്മയോട് ചോദിച്ചാൽ അമ്മ നമ്മുടെ ട്രഡീഷണൽ നോളജ് പറഞ്ഞത് ഇന്നതുകൊണ്ടാണ്, അത് ഇന്ന പ്രശ്നം ഉണ്ടാകുന്നത്. ജോയിന്റ് സെക്രട്ടറി സജിതകുമാരി കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.